ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അച്ഛൻ വന്നപ്പോഴത്തേക്കും നമ്മുടെ വേദയ്ക്ക് കുറച്ചുകൂടി ധൈര്യമായി. വാതിൽ തുറന്നങ്ങോട്ട് വാ നോക്കാൻ പറഞ്ഞു അങ്ങോട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക. എന്നിട്ട് അകത്തേക്ക് അങ്ങ് കയറിപ്പോയി. അപ്പോൾ കയറിപ്പോയി വേദ വാതിലും അടച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ മകനോട് ചോദിക്കുകയാണ്, വേദ ഇവിടെ വന്ന് നിൽക്കാനായിട്ട് നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോയെന്ന്. ഞാനോ? ഇല്ലച്ച. അല്ല, നമ്മളെല്ലാവരും എപ്പോഴും ഓരോന്നിങ്ങനെ മാറി മാറി അവളോട് പറയുമല്ലോ, അത് അവളിങ്ങനെ പറയുന്നത്. മാത്രമല്ല നമ്മളെല്ലാവരും കൂടെ ചേർന്ന് അവനെ കൊടുക്കാൻ നോക്കുന്നു എന്നുള്ളതാണ് മകളുടെ പരാതി. അത് സഹിക്കാൻ പറ്റാതെ ഇറങ്ങിപ്പോകുന്നതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ മകൻ പറയും കേട്ടോ. അതും പറഞ്ഞ് തലയൂരി പോകാൻ നോക്കുമ്പോൾ അവിടെ നിൽക്കാൻ പറഞ്ഞു. അല്ലാതെ നീയായിട്ട് വേറൊന്നും ചെയ്തിട്ടില്ലല്ലോ അല്ലേ എന്ന് അച്ഛൻ ചോദിക്കുമ്പം ഇല്ല, എന്ത് ചെയ്യാനാ, ഉണ്ടെന്ന് നാളെ ഒരു ദിവസം ഞാൻ അറിയാൻ എന്നിങ്ങനെ അച്ഛൻ പറഞ്ഞു. ചെല്ലാനും പറഞ്ഞു. അയ്യോ, പേടിച്ച് വേർച്ച് മോൻ അവിടെ നിന്ന് അങ്ങ് പോയി. ആ സമയത്ത് അച്ഛൻ ഇങ്ങനെ അവിടെ എന്തായിരിക്കും അവൾ അങ്ങനെ പറഞ്ഞതെന്ന് ആലോചിച്ച് നിൽക്കുക. പിന്നെ പതുക്കെ തൊങ്ങി പാവം നമ്മുടെ വിക്രം അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഓടി ചെന്ന് വേദ പിടിക്കാൻ നോക്കി. പക്ഷെ വേണ്ട, ഞാൻ വന്നോളാമെന്ന് പറഞ്ഞു കേട്ടോ. കാലിൻ്റെ വേദന കൊണ്ട് സഹിക്കാൻ പാടില്ല. എങ്ങോട്ടാ പോയെന്ന് ചോദിച്ചു. സ്റ്റോർ റൂമിലേക്കാണോ എന്ന് വേദ ചോദിച്ചപ്പം അയാൾ അകത്തേക്ക് വരുമെന്ന് ഞാൻ വിചാരിച്ചതെന്ന് പറയാം. അപ്പം ഇപ്പം മനസ്സിലായില്ലേ, ഒരാളും വിക്രമനെ കണ്ടുപിടിക്കാൻ പോകുന്നില്ല എന്ന്. അപ്പോൾ എന്നാലും ഇവിടെ ഇങ്ങനെ താമസിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് വിക്രം പറയാം. ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ഇതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി. അപ്പോൾ ശ്രീകാന്ത് ഇനിയും വരില്ല എന്ന് ഉറപ്പുണ്ടോ? ഇല്ലല്ലോ എന്നിങ്ങനെ വിക്രം പറഞ്ഞു. പിന്നെ കണ്ടുപിടിക്കപ്പെടുമെന്ന് വിക്രമന് പേടിയുണ്ടോ എന്ന് വേദ ചോദിക്കുമ്പം പേടിയൊന്നും അല്ല വേദ, ആ സമ്മർദ്ദം അത് ഫേസ് ചെയ്യുമ്പോഴുള്ള ഒരു നാണക്കേട് ഓർത്തിട്ടാണ്. അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായാൽ വേദ എങ്ങനെ അതിനെ മറികടക്കും എന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ വേദ ഇങ്ങനെ നിന്ന് ടെൻഷനാവുക. മാത്രമല്ല, ഒരു കള്ളനെ പോലെ എത്ര കാലം എന്ന് വെച്ചാൽ ഞാൻ ഇതിനകത്ത് ഇങ്ങനെ കഴിയുക എന്നും ചോദിച്ചു. എന്നാൽ പിന്നെ പോയി സറണ്ടർ ചെയ്യാൻ പറഞ്ഞു വേദ. എന്താ, അത് പറ്റുമോ എന്ന് ചോദിച്ചു. അതോടുകൂടി ഇപ്പോൾ ഒളിവിലിരിക്കുന്ന പുളിക്കൻ പുറത്തു വന്നോളും. വിക്രം തന്നെയാണ് കൊലപാതകം ചെയ്തതെന്ന് അയാൾ കോടതിയിലെ സാക്ഷിയും പറയും. അതുപോലെ വിക്രം എത്ര വാദിച്ചാലും വിശ്വസനീയമായിട്ടുള്ളൊരു കഥ ഉറപ്പായിട്ട് അവരുണ്ടാക്കിയെടുക്കും. വരുണിനെ മർദ്ദിച്ചിട്ടുണ്ടെന്ന് വിക്രമിൻ്റെ ഭാര്യയായ ഞാൻ തന്നെ കോടതിയിൽ മൊഴി നൽകിയിട്ടുള്ളതാണെന്ന് അവർ കോടതിയിൽ പറയുകയും ചെയ്യുന്ന കാര്യവും വേദ പറയുക. പൂർവ്വ വൈരാഗ്യം വെച്ച് കൊലപ്പെടുത്തിയതാണെന്ന് സമർത്ഥിച്ചവർ ജയിക്കുമെന്ന് പറയുമ്പം, പക്ഷേ ഞാൻ ആ സമയത്ത് ക്ലബിലായിരുന്നില്ലേ എന്ന് ചോദിച്ചു. എങ്ങനെ അത് തെളിയിക്കും? കൂട്ടുകാരുടെ മൊഴി ആധാരമാക്കിയിട്ടാണോ തെളിയിക്കേണ്ടത്? അത് കോടതിയിൽ നിലനിൽക്കും എന്ന് തോന്നുന്നുണ്ടോ എന്ന് വേദ ചോദിക്കുക. അതുമാത്രമല്ല, ഈ ക്ലബിരിക്കുന്ന സ്ഥലവും കൊലപാതകം നടന്ന സ്ഥലവും തമ്മിൽ അധികം ദൂരമൊന്നും ഇല്ല. പിന്നെ മിക്കവാറും ഒരേ ടവർ ലൊക്കേഷനിലാണെന്നും ഇനി അല്ലെങ്കിൽ തന്നെ അതിനെ മറികടക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി ഈസിയായിട്ട് കണ്ടെത്താവുന്നതല്ലേ ഉള്ളൂ എന്നും വേദ ചോദിക്കാം. അപ്പോൾ ഇനിയുള്ള കാലം മുഴുവനും ഇവിടെ ഇങ്ങനെ കഴിയണമെന്നാണ് താൻ പറയുന്നതെന്ന് വിക്രം ചോദിക്കുമ്പോൾ, ഒരിക്കലും അല്ല, പരമാവധി ഒരാഴ്ച, അതിനുള്ളിൽ ഞാനൊരു വഴി കണ്ടെത്തിക്കോളാം എന്ന് പറയാം. അതുവരെ ഒന്ന് ക്ഷമിക്കാനും പറഞ്ഞു. അപ്പോൾ വിക്രം ഇങ്ങനെ ആലോചിക്കുക, ഇതിപ്പോൾ ഇങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ട് ജീവിക്കുന്നതിലും ഒരു ത്രില്ലൊക്കെ ഇല്ലേന്ന് ചോദിച്ചു. അപ്പോൾ എന്ത് ത്രില്ലാണെന്ന് ചോദിച്ചു. ടെൻഷൻ കൊണ്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ടെന്ന് വിക്രം പറയുമ്പോൾ, അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ, ഇപ്പം ഞാനെങ്കിലും ഉണ്ടല്ലോ, ഞാനും കൂടെ ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരുമ്പോഴോ എന്ന് ചോദിക്കുമ്പം, ഒറ്റയ്ക്കോ? ഇവിടെയോ? അതെ, എനിക്ക് പിന്നെ എപ്പോഴും ഈ മുറിയിൽ തന്നെ വന്നിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ, അത് ശരി. അപ്പം ഞാൻ കരുതി വീട്ടിൽ നിന്ന് എങ്ങോട്ടാ പോവുകയാണെന്ന്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചതെന്നും എനിക്ക് ഓഫീസിലൊക്കെ പോയി തുടങ്ങണ്ടേ എന്ന് വേദ വിക്രത്തോട് ചോദിക്കാം. വിക്രത്തിൻ്റെ കേസിൽ ഒരു മുൻകൂർ ജാമ്യത്തിനായി എനിക്ക് ശ്രമിക്കണമെന്നും മറ്റൊരു സ്ഥലവും കണ്ടെത്തണമെന്നും വേദ പറയുക. പിന്നെ അതെല്ലാം ഇതിനകത്ത് തന്നെ ഇരുന്ന് അങ്ങനെ നടക്കുമോ എന്നും വേദ വിക്രത്തോട് ചോദിക്കാട്ടോ. ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല, വിക്രം ഇതിനകത്തുണ്ടെന്ന് ആരും സംശയിക്കില്ല എന്നും വേദ പറയണു. എല്ലാ സത്യങ്ങളും എപ്പോഴും പറയാൻ പാടില്ല എന്ന് പറയും. ചില സമയത്ത് പറയുമ്പോഴേ അതിൻ്റേതായിട്ടുള്ളൊരു വില ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു. മറ്റുള്ളവരുടെ ജീവിതത്തെ ബാധിക്കുന്ന സത്യങ്ങളാണെങ്കിലല്ലേ അത് ഒളിച്ചു വെക്കേണ്ടതായിട്ടുള്ളൂ. ഇത് നമ്മളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ അത് പറയാമല്ലോ, പിന്നെന്താ കുഴപ്പമൊന്നും വിക്രം വേദയോട് ചോദിക്കുക. ശ്രീകാന്തിനോട് സംസാരിക്കുമ്പോഴേ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് എന്തിനാണെന്ന് വിളിച്ചു പറഞ്ഞെന്ന് വേദ ചോദിച്ചു. അത് കേട്ടതിന് ശേഷം അയാൾ മുറിയിലേക്ക് കയറി വന്നതും ഇല്ല എന്ന് വേദയോട് വിക്രം പറയാം. അതിൻ്റെ അർത്ഥം വേദ ഇറങ്ങിപ്പോകുന്നത് അയാൾ കൂടി കാരണമാണെന്നല്ലേ എന്നും വേദയോട് ചോദിക്കുകയാണ്.
അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വേദയ്ക്ക് എന്നോടും പറയാലോ ഇല്ലേന്ന് ചോദിച്ചു. ആ സമയത്ത് ഭയങ്കരമായിട്ട് ടെൻഷനായി വേദ. പറയാം, എന്തായിരുന്നു ആ കാര്യം ഒന്ന് പറയാൻ പറഞ്ഞു. പിന്നെ വെറുതെ ഒരു ഭീഷണിയിൽ വേദ കുടുങ്ങില്ലെന്ന് എനിക്കറിയാം, അതെന്നോട് പറ, എന്താണെന്ന് എന്നോട് പറയാൻ പറഞ്ഞു. ഇപ്പോൾ വിക്രം തന്നെ നേരത്തെ എന്നോട് പറഞ്ഞില്ലേ, മറ്റുള്ളവരെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ സത്യം ഒളിച്ചു വയ്ക്കുന്നതിൽ അതിൽ തെറ്റില്ല എന്ന്. അതുകൊണ്ട് പലരുടെയും ജീവിതത്തെ ബാധിക്കാതിരിക്കാനാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത് എന്ന് മാത്രം കരുതിയാൽ മതി എന്ന് വേദ പറയുമ്പം അപ്പോഴും കാരണം വെളിപ്പെടുത്തില്ല അല്ലേന്ന് ചോദിച്ചു. സമയമായിട്ടില്ല എന്ന് വിചാരിച്ചോളൂ, സമയമാകുമ്പോൾ ഞാൻ പറയും. എനിക്ക് വിക്രത്തോട് അത് പറയാറായി എന്ന് തോന്നുമ്പോൾ ഉറപ്പായിട്ടും ഞാനത് പറയുക തന്നെ ചെയ്യും. അപ്പോൾ അന്ന് എന്നോട് മനഃപൂർവ്വം കിട്ടതാണെന്നാണോ എന്ന് വിക്രം ചോദിക്കുമ്പം അപ്പോൾ എന്താ സംശയം? നിങ്ങളോട് അടുപ്പം നിലനിർത്തിക്കൊണ്ട് എനിക്ക് ഇറങ്ങിപ്പോരാൻ പറ്റുമോ എന്ന് വേദ വിക്രത്തോട് ചോദിക്കുക. അതുകൊണ്ട് മനഃപൂർവ്വം അകൽച്ച ഉണ്ടാക്കി. അങ്ങനെ ഞാൻ പോന്നു. പക്ഷേ വിക്രം ശബരിമലയിൽ നിന്ന് വരുന്നതിന് മുൻപ് ഞാൻ അവിടെ നിന്ന് പോകുമെന്ന് അമ്മയ്ക്ക് അറിയാമായിരുന്നു എന്ന് വേദ പറയുക. അമ്മ അത് പറഞ്ഞില്ല എന്ന് മാത്രം എന്ന് പറയുമ്പോൾ ഓ, അപ്പോൾ എന്നെ പൊട്ടനാക്കിയല്ലേ എന്ന് വിക്രം ചോദിച്ചു. ഇയാളെ ഞാൻ ഇനി അങ്ങനെ ആക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇടി എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം ചോദിച്ചു. ഒച്ച, സ്ഥലം ശരിയല്ല, കൺട്രോൾ എന്ന് പറഞ്ഞ് വേദ പറയാം. അപ്പം ഇനി അതും പറഞ്ഞു മുഖം വീർപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടുന്ന് പോകുന്നതിന് മുൻപ് ഞാനത് പറഞ്ഞിരിക്കും, എന്താ പോരേന്ന് ചോദിച്ചു. അങ്ങനെ പോയി സ്റ്റോർ റൂമിലിരിക്കാൻ പറഞ്ഞു വേദ. വിക്രത്തെ ഓടിച്ചു വിട്ടിട്ട് വേദ അവിടെ നിന്ന് പോകുമ്പോൾ വിക്രം ഒരു കള്ളച്ചിരിയൊക്കെ ആയിട്ട് അവിടെ ഇരിക്കാം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ വിക്രത്തിനെ ഇങ്ങനെ ഗുണ്ടകൾ വെള്ളത്തിൽ മുക്കി എടുക്കുന്നത് നമ്മുടെ അമ്മ സ്വപ്നം കണ്ടു. അപ്പോൾ ചാടി അങ്ങ് എഴുന്നേറ്റിട്ട് ഒരൊറ്റ കരച്ചിൽ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങ് നിലത്തേക്ക് അങ്ങ് പിന്നെയും വീണിട്ട് കിടന്ന് പിടയ്ക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് മാഷ് എഴുന്നേറ്റപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് കിടന്ന് പിടയ്ക്കുക. അമ്മയ്ക്ക് ആ ഫിക്സ് പോലെ വന്നു. അപ്പോഴത്തേക്കും അയ്യോ എന്ന് പറഞ്ഞ് ഒച്ച വെച്ചു. വേഗം വിശ്വനെയൊക്കെ വിളിച്ചു. വിശ്വനൊക്കെ ഓടി വന്നു. എല്ലാവരും ഓടി വന്ന് അമ്മയെ പിടിച്ചു. പക്ഷേ ഒരു കാര്യം ഉണ്ടായില്ല. പിന്നെ എല്ലാവരും കൂടെ വാരിയെടുത്ത് അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുക കേട്ടോ. അമ്മയ്ക്ക് ഫിക്സ് വന്നതാ. അങ്ങനെ വേഗം രാത്രി തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴത്തേക്കും ശ്രീജ അച്ഛനെ പിടിച്ച് അവരടുത്ത് കൊണ്ടേ ഇരുത്തിയപ്പോഴത്തേക്കും അമ്മയ്ക്ക് ഭയങ്കര മയക്കം. ആ സമയത്ത് വിശ്വനാണെങ്കിൽ ഭയങ്കര ടെൻഷനായി. പക്ഷെ അച്ഛൻ്റെ ഒരു വെപ്രാളവും വിഷമമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛനോട് എന്ന് അച്ഛൻ പേടിക്കേണ്ട കാര്യമില്ല, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ സമാധാനിപ്പിക്കുക. അച്ഛൻ അങ്ങോട്ട് ഇരിക്കാൻ പറഞ്ഞു. അച്ഛൻ വന്നേ അച്ഛാന്ന് പറഞ്ഞു. ശ്രീജയും അച്ഛനെ ഭയങ്കര കാര്യമായിട്ട് നോക്കണം. നമ്മളെന്തായാലും ഇവിടെ എത്തിയില്ല അച്ഛാ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല അച്ഛാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു. അമ്മയ്ക്കൊരു കുഴപ്പമില്ല, ഭേദമാകും, അച്ഛൻ സമാധാനമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശ്വനിങ്ങനെ മാഷിനെ സമാധാനിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു കേട്ടോ. അങ്ങനെ കാര്യങ്ങളെല്ലാം അവിടെ ചെയ്യുന്നു. ആ സമയത്ത് ഡോക്ടർ വന്നു, പരിശോധിക്കുന്നു. അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ഉറക്കത്തിൽ ഫിക്സ് വന്നതാണെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. പേഷ്യൻ്റ് റിയാക്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. അനക്കമുണ്ട്, പക്ഷേ കോൺഷ്യസ് അല്ല എന്ന് ഇങ്ങനെ സിസ്റ്റർ പറയുകയാണ്. പിന്നെ ഡോക്ടർ എല്ലാം നോക്കി. കമല നല്ല മയക്കത്തിലാണ്. അതിനുശേഷം ഒരു മരുന്നും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്ത് ഇഞ്ചക്ഷൻ വെക്കാനൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും ഡോക്ടർ ഇറങ്ങി വന്നു. അപ്പോൾ ഇവരെ കയറി ചെന്നു. ഡോക്ടർ എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. അപ്പോൾ ആ രോഗാവസ്ഥയും പറഞ്ഞു. ഈ ഉറക്കത്തിനിടയിൽ ബ്രെയിനിൽ സംഭവിക്കുന്ന ചില ഇലക്ട്രിക് സിഗ്നലിൻ്റെ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നതെന്നും സ്ട്രെസ്സ് കൊണ്ടോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ പെട്ടെന്ന് നിർത്തുമ്പോഴോ ഇങ്ങനെയൊക്കെ വരാമെന്നും പറഞ്ഞു. മരുന്നുകളൊന്നും നിർത്തിയിട്ടില്ല ഡോക്ടർ എന്ന് പറയാം. അപ്പോൾ ഞാനാണ് സാധാരണ എല്ലാം എടുത്തു കൊടുക്കാറെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ മെഡിസിനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒരു EG എടുക്കാം, പിന്നെ ഒരു MRI നാളെ എടുക്കാം. യൂഷ്വലി കുഴപ്പങ്ങളൊന്നും ഉണ്ടാവത്തില്ല എന്നും എനിവേ നിങ്ങൾ കാത്തിരിക്കാൻ പറഞ്ഞു. ശരി ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടെ നിന്ന് പോയി. അത് കഴിഞ്ഞപ്പോൾ അച്ഛനിങ്ങ് വാച്ചാ പറഞ്ഞില്ലേ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മക്കൾ അച്ഛൻ്റെ അപ്പുറം ഇപ്പുറം ഇങ്ങനെ കാവലായിട്ടിരിക്കുക. ഈ സമയത്ത് വിക്രത്തിന് കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. വിക്രം പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ വേദ എഴുന്നേറ്റു. എന്താ വിക്രം, എന്തോ പറ്റിയെന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ എനിക്കെന്തോ ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. എന്താ കാരണമെന്ന് ചോദിച്ചപ്പോൾ എന്തോ പ്രശ്നമുണ്ട് വീട്ടിൽ എന്നിങ്ങനെ പറയുക. ഒരു സമാധാനം കിട്ടുന്നില്ല. ഇതെന്താ ഭയങ്കര ടെൻഷനിലാണല്ലോ, എനിക്കെന്തോ മനസ്സിന് ഒരു സുഖം തോന്നുന്നില്ല വേദ. അപ്പോൾ വിക്രം ഇവിടെ വന്ന് ഇരുന്നേ, വാ എന്താ പറ്റിയെന്ന് പറ, ഞാൻ വീട്ടിലോട്ടൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം ഒന്ന് ഫോൺ എടുത്ത് വിളിക്കുക. ഫോൺ ഓൺ ആക്കിയപ്പോഴത്തേക്കും വിക്രത്തിൻ്റെ ഫോൺ റിങ് ചെയ്തു. ആ സമയത്ത് നാശം, അപ്പോഴേക്കും അത് ഓണാക്കിയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വേഗം ഇങ്ങനെ വേഗം പിന്നെ അത് മേടിച്ച് ഓഫ് ചെയ്തു. ഇതെന്താ പറ്റിയത് വിക്രത്തിൻ്റെ പ്രശ്നം എന്താണെന്നൊന്ന് പറ, എന്തിനാ ഇത്ര ടെൻഷൻ, എന്താ കാര്യം? അത് പിന്നെ എനിക്ക് അമ്മയെ കാണാൻ തോന്നുവാണെന്ന് വിക്രം പറഞ്ഞു. പിന്നെ അകാരണമായിട്ടൊരു പേടി, അമ്മയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്നുള്ളൊരു തോന്നൽ മനസ്സിലിങ്ങനെ വരിക എന്ന് പറഞ്ഞു. അതൊക്കെ വിക്രത്തിൻ്റെ വെറും തോന്നലുകൾ മാത്രമാണെന്ന് വേദ അന്നേരം പറയുവാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശ്രീചേട്ടത്തെങ്കിലും എന്നെ വിളിച്ചു പറയായിരുന്നില്ലേ എന്ന് ചോദിച്ചു.
എനിക്ക് ഉറപ്പാണതെന്നൊക്കെ വേദ ഇരുന്ന് പറയുമ്പോൾ സാധാരണ ഇങ്ങനെ ഒരു ടെൻഷനൊന്നും എനിക്ക് ഉണ്ടാവാത്തതാണെന്ന് പറഞ്ഞപ്പം നാളെ ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചോളാം, എന്താ പോരേന്ന് ചോദിച്ചു വേദ. അങ്ങനെ അതും പറഞ്ഞ് വിക്രത്തെ സമാധാനിപ്പിക്കുക, വേണമെങ്കിൽ അവിടെ പോയി അന്വേഷിച്ചിട്ട് വരാം, എല്ലാവരെയും കണ്ട് സംസാരിച്ചിട്ടും വരാമെന്നും പറഞ്ഞു. അത് പോരെ വിക്രം, അത്രയും ചെയ്താൽ പോരെ, വിക്രം ഒന്ന് കിടന്നേ എന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ചു. ഉറങ്ങാതെ കിടന്നാലേ വേണ്ടാത്തൊക്കെ ആലോചനയിൽ വരും, അതുകൊണ്ട് കിടന്നുറങ്ങാൻ പറഞ്ഞു. അമ്മയ്ക്കും അതുപോലെ ഉറക്കമൊന്നും വരില്ല എന്ന് വിക്രം പറയുക. രാത്രി മുഴുവനും എന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞപ്പം ഇത്രയും ആദ്യം വിക്രത്തിന് അമ്മയെക്കുറിച്ച് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ജീവിതം ജീവിക്കണമായിരുന്നോ എന്ന് വേദ വിക്രത്തോട് ചോദിക്കാം. എന്തായാലും എനിക്കറിയാം ആ ഒരു ചോദ്യം അത് വിക്രമിനെ ഇഷ്ടപ്പെടില്ല എന്ന്. പിന്നെ ചോദിച്ചതേ ഉള്ളൂ. പക്ഷേ ഇത്രമാത്രം സ്നേഹമുള്ള അമ്മയോട് ഇത്തിരി കൂടി നീതി പുലർത്തണമായിരുന്നു എന്ന് വിക്രത്തിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടില്ലേ എന്നും വേദ വിക്രത്തോട് ചോദിക്കുക. അപ്പോൾ വേണമായിരുന്നു വേദ, ഞാനത് ചെയ്തിട്ടില്ല എന്ന് വിക്രം വേദയോട് അന്നേരം പറഞ്ഞു. ഒഴുക്കിൽപ്പെട്ട തടി പോലെയായിരുന്നു ഇതുവരെയുള്ള എൻ്റെ ജീവിതമെന്നും വിക്രം വേദയോട് പറയുകയാണേ. അച്ഛനോടുള്ള വാശിയിൽ അങ്ങ് ജീവിക്കുമ്പോൾ അമ്മയിൽ നിന്നു കൂടിയാണ് അകന്നു പോകുന്നതെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല എന്നും വിക്രം ഇങ്ങനെ പറയുമ്പോൾ, പക്ഷെ അമ്മ ഒരിക്കലും അകന്നു പോയി എന്ന് വിചാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് ശരിക്കും മനസ്സിലായത് നീയും കൂടി ആ വീട്ടിൽ വന്നതിന് ശേഷമാണെന്ന കാര്യം വിക്രം വേദയോട് അന്നേരം പറഞ്ഞു. പിന്നെ ഞാനും അച്ഛനും തമ്മിലുള്ള ഒരു മഞ്ഞൊരുക്കുകയും എല്ലാവരെയും കൂട്ടിച്ചേർക്കുകയും ചെയ്ത് അവസാനം നീ ഇറങ്ങിപ്പോന്നു എന്ന് പറയുമ്പം അതെന്നേക്കുമായിട്ടല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് വിക്രത്തോട് വേദ വീണ്ടും ആവർത്തിക്കുക. ഇപ്പോൾ വിക്രം റെസ്റ്റ് എടുക്കുക, ഞാൻ പറയുന്നത് കേൾക്ക്. ആ മുറിവ് ഉണങ്ങി വരുന്നതേ ഉള്ളൂ. അമ്മയെക്കുറിച്ചുള്ള ഉത്കണ്ഠയ്ക്ക് നാളെ തന്നെ നമ്മൾക്ക് പരിഹാരം ഉണ്ടാക്കാം എന്നും പറഞ്ഞുകൊണ്ട് വേദ ഇങ്ങനെ വിക്രത്തോട് പറഞ്ഞു. വിക്രത്തെ സമാധാനിപ്പിച്ചു. ഉറങ്ങുകയാണെങ്കിലേ അവർ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങട്ടെ, ഇപ്പം അങ്ങോട്ടേക്ക് വിളിച്ച് ശരിയാവില്ല എന്ന് പറഞ്ഞു. ശരി, വിക്രം എല്ലാം ഓക്കെ പറഞ്ഞു. വിക്രവും കയറി കിടന്നു, വേദയും കിടന്നു, ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വന്ന് കിടന്നു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ അവിടെ ഇരുന്ന് ഫോണിൽ എന്തൊക്കെയോ ഇങ്ങനെ ചെയ്യുന്നു. ആ സമയത്ത് പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ സിയുടെ ഫോണിലേക്ക് കോള് വരിക. വിക്രത്തിൻ്റെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പറഞ്ഞോളാൻ പറഞ്ഞു. സാറേ ഒരു ലീഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ സാർ വിക്രമിൻ്റെ മൊബൈൽ ഇന്നലെ ഓൺ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അയ്യോ എവിടെ വെച്ചാന്ന് ചോദിക്കുമ്പം അത് പിന്നെ കാഞ്ഞിരമല ടവറിൻ്റെ കീഴിലാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ. ഓണായ ഉടനെ തന്നെ അത് ഓഫാവുകയും ചെയ്തു എന്നും പറഞ്ഞു. അപ്പോൾ ഒന്നെങ്കിൽ ഓണാക്കിയ ഉടനെ അത് അബദ്ധമായി എന്ന് കരുതി ഓഫാക്കിയതാവണം, അല്ലെങ്കിൽ ആരോ ഓഫ് ചെയ്യാൻ പറഞ്ഞു കാണണമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ ടവറിൻ്റെ പരിസരത്ത് ഉണ്ടായിരുന്നു എന്നല്ലേ അർത്ഥമെന്ന് ചോദിച്ചു. അപ്പോൾ അതെ സാർ ഇത് തന്നെയാണ്, അവിടെ എവിടെയെങ്കിലും തന്നെ ആയിരിക്കണം എന്നൊക്കെ പറയുമ്പം അപ്പോൾ അങ്ങനെ ആ ഒരു പരിസരത്ത് ഒളിച്ചിരിക്കുക എന്ന് പറയുമ്പം ആ പരിസരത്താണ് ജഡ്ജി ശങ്കരനാരായണൻ്റെ വീട്. അവിടെ കയറി ഇരിക്കുമെന്ന് ചോദിക്കുമ്പം അതിന് മുന്നിൽ വന്നു പോയതും ആവാമല്ലോ സാർ എന്ന് അയാൾ പറഞ്ഞു. മൂവിങ് ആണെന്ന് ഇൻഡിക്കേഷൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ഇല്ല സാർ, അങ്ങനെയൊന്നുമില്ല, ഒരു സ്പോട്ടിൽ വെച്ച് ഓണായി അപ്പം തന്നെ അത് ഓഫ് ആവുകയും ചെയ്തു എന്ന് പറഞ്ഞു. എന്തായാലും താൻ ആ ഡീറ്റെയിൽസ് ഒന്ന് മെയിൽ ചെയ്തേക്ക്, ഞാനൊന്ന് SP ഒന്ന് കോൺടാക്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ഇയാളത് ഡീറ്റെയിൽ ആയിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്തു. തൊട്ടടുത്ത നിമിഷം തന്നെ ശ്രീകാന്തിന് കോളും ചെന്നു. അമ്മായച്ചനും മരുമോനും കൂടി ഇന്ന് അട്ടഹസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോള് ചെല്ലുന്നത്. ആ CA വിളിക്കുന്നതെന്ന് പറഞ്ഞു. എടുക്ക എന്ന് പറഞ്ഞുകൊണ്ട് അമ്മായച്ചൻ പറഞ്ഞനുസരിച്ച് മരുമോൻ കോൾ എടുത്തു. ഹലോ പറ സാറേ, അതെ വിക്രമിൻ്റെ കാര്യത്തിൽ ഒരു ലീഡ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ആണോ പറ സാറേ. അപ്പോൾ ഈ വിവരം ഇയാൾ അവനോട് പറഞ്ഞു. ആ പരിസരം മുഴുവനും ഞങ്ങൾ അന്വേഷിച്ചു. അവിടെയുള്ളത് ചെറിയ വീടുകളും കടകളും ഒക്കെയാണ്. അവിടെയൊന്നും അവന് മറ്റാരും കാണാതെ കഴിയാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ വീടിൻ്റെ മുന്നിൽ വന്ന് ആരെങ്കിലും വിളിക്കാനായി മൊബൈൽ ഓൺ ചെയ്ത് അബദ്ധമായി എന്ന് കരുതി ഓഫ് ചെയ്താവാന്ന് പറഞ്ഞപ്പം അതിന് സാധ്യതയൊക്കെ ഉണ്ട്. വേദിയെ വിളിക്കാമെന്ന് കരുതി ഫോൺ ഓൺ ചെയ്തതാവണം. അപ്പം തന്നെ വേണ്ടെന്നും വെച്ച് കാണുമെന്നുള്ള കാര്യവും ഈ ശ്രീകാന്ത് പറയാം. ഒരു മിനിറ്റ്, ഞാനേ ഫോൺ ഒരാൾക്ക് കൊടുക്കാവേ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് അമ്മായച്ചന് കൊടുത്തു. ഈ ഒരു അവസരം താനൊന്ന് മുതലാക്കാൻ നോക്കാൻ പറയാം. അപ്പോൾ താനെന്താ ഉദ്ദേശിക്കുന്നത്? അതെ, അവനെ കണ്ടെത്താനായി ഒരു റെയ്ഡൊന്നും പ്ലാൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ജില്ലാ ജഡ്ജിൻ്റെ വീട്ടിലോ? അപ്പോഴത്തേക്കും ശ്രീകാന്തിന് ഭയങ്കര സന്തോഷം. ചിരി എന്ന് പറഞ്ഞ അമ്മാതിരി ചിരിയും ചിരിച്ചോണ്ട് ശ്രീകാന്ത് അങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.